ഡയമണ്ട്സ് സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കേരളത്തിലെ മന്ത്രിമാർക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് അലർജിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ഫെഡറൽ സംവിധാനം നിലനിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പദ്ധതികൾ ചാക്കിൽ കെട്ടി കൊണ്ടുവന്നു കൊടുക്കാൻ കഴിയില്ലെന്നും ശോഭാ സുരേന്ദ്രൻ. മലക്കപ്പാറ ആനക്കയത്ത് കാട്ടാനക്കൂട്ടം കാർ തകർത്തു. അങ്കമാലി സ്വദേശികളുടെ കാറാണ് തകർത്തത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് വാഹനങ്ങൾക്ക് നേരെ കാട്ടാന ആക്രമണം നടന്നത്. മറ്റത്തൂർ ഇത്തുപ്പാടത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ഇത്തുപ്പാടം സ്വദേശിനി നിരഞ്ജനയാണ് മരിച്ചത്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. തുമ്പൂർമുഴിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഭക്ഷണ സൗകര്യങ്ങൾ കിട്ടാതെ വലയുന്നു. കുട്ടികളുടെ പാർക്കിലെ ക്യാന്റീൻ നിർത്തിയതും പ്രവേശന കവാടത്തിലെ കടകൾ വനപാലകർ അടപ്പിച്ചതും വിനോദസഞ്ചാരികളെ ദുരിതത്തിലാക്കി. ചേലക്കരയിലെ കൂട്ട ആത്മഹത്യാശ്രമം, ചികിത്സയിലായിരുന്ന കുട്ടിയും മരിച്ചു. 4 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മന്ത്രിമാർക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് അലർജിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് BJP ശക്തൻ മാർക്കറ്റിൽ സംഘടിപ്പിച്ച കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്രത്തിന് പദ്ധതികൾ സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുകയാണ്. ഫെഡറൽ സംവിധാനം നിലനിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പദ്ധതികൾ ചാക്കിൽ കെട്ടി കൊണ്ടുവന്നു കൊടുക്കാൻ കഴിയില്ല. ടൂറിസം വികസനത്തിന്റെ കാര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഇതുവരെ സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല. ഒഡീഷ മുഖ്യമന്ത്രിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയും സുരേഷ് ഗോപിയെ കണ്ട് ചർച്ച നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, A. നാഗേഷ്, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മലക്കപ്പാറ ആനക്കയത്ത് തകരാറിലായതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന കാറിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ വിനോദയാത്രയ്ക്ക് പോയിരുന്ന അങ്കമാലി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് കാട്ടാനക്കൂട്ടം ആക്രമിച്ചത്. കാർ തകരാറിലായതിനെ തുടർന്ന് കാറിലുണ്ടായിരുന്നവർ അതുവഴി വന്ന ട്രാവലറിൽ കയറിപ്പോയിരുന്നു. രാത്രിയോടെ കാർ നന്നാക്കാൻ വർക്ക്ഷോപ്പിൽ നിന്നെത്തുമ്പോഴാണ് ആനക്കൂട്ടം കാർ ആക്രമിക്കുന്നത് കണ്ടത്. കാട്ടാനക്കൂട്ടം കാർ തലകീഴായി മറിച്ചിടുകയും ചെയ്തു. ഒരാഴ്ച മുമ്പ് സമാന രീതിയിൽ കേടായി കിടന്നിരുന്ന ട്രാവലർ കാട്ടാനക്കൂട്ടം തകർത്തിരുന്നു. മറ്റത്തൂർ ഇത്തുപ്പാടത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. ഇത്തുപ്പാടം കരിയാത്ത ഷാജിയുടെ മകൾ 17 വയസ്സുള്ള നിരഞ്ജനയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. ട്യൂഷന് പോകാനായി ബസ് കാത്തു നിൽക്കുമ്പോഴായിരുന്നു അപകടം. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ടിപ്പർ ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് വരന്തരപ്പള്ളിയിലേക്ക് വന്നിരുന്ന ഭുവനേശ്വരി അമ്മ ബസ്സിൽ എതിരെ വന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. ടിപ്പർ ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ ടിപ്പർ ലോറിയുടെ മുൻഭാഗം തകർന്നു. വരന്തരപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തുമ്പൂർമുഴിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഭക്ഷണ സൗകര്യങ്ങൾ കിട്ടാതെ വലയുന്നു. തുമ്പൂർമുഴിയിലെ കുട്ടികളുടെ പാർക്കിൽ ക്യാന്റീൻ നിർത്തിയതും പ്രവേശന കവാടത്തിലെ കടകൾ വനപാലകർ അടപ്പിച്ചതുമാണ് വിനോദസഞ്ചാരികൾ ഭക്ഷണമില്ലാതെ വലയുന്നത്. പൂജാവധി ദിവസങ്ങളിലെത്തിയ 100 കണക്കിന് ആളുകളാണ് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനു വേണ്ടി പരക്കം പാഞ്ഞത്. 3 കിലോമീറ്റർ അകലെ വെറ്റിലപ്പാറ 13-ലെത്തിയാണ് പലരും വിശപ്പടക്കിയത്. പുറത്തുനിന്ന് ഇലയിലും കടലാസിലും പൊതിഞ്ഞുകൊണ്ടുവരുന്ന ഭക്ഷണമാണ് ജീവനക്കാരുടെ അനുമതിയോടെ കഴിക്കാൻ അനുവദിക്കുന്നത്. ശീതളപാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും മാത്രം ലഭിക്കുന്ന ഇറിഗേഷൻ വകുപ്പിന്റെ പരിധിയിൽ വരുന്ന ക്യാന്റീനാണ് ആളുകളുടെ ഏക ആശ്രയം. ഇവിടെ ഊണടക്കമുള്ള ഭക്ഷണം വിൽക്കരുതെന്നാണ് നിബന്ധന. തുമ്പൂർമുഴിയിൽ കുട്ടികളുടെ പാർക്കിൽ ക്യാന്റീൻ നിർത്തിയതും പ്രവേശന കവാടത്തിലെ കടകൾ വനപാലകർ അടപ്പിച്ചതുമൂലവും വിനോദസഞ്ചാരികൾ ഭക്ഷണമില്ലാതെ വലയുന്നു. DTPCയുടെ കീഴിൽ DMC ആണ് പാർക്കിലെ പ്രധാന ക്യാന്റീൻ ലേലം ചെയ്തു കൊടുക്കുന്നത്.
മാസങ്ങളായി ഇത് പൂട്ടിക്കിടക്കുകയാണ്. പ്രതിമാസം 10,000 രൂപ വാടകയും പകുതി തുക മുൻകൂറും നൽകണമെന്ന വ്യവസ്ഥയിൽ ക്യാന്റീൻ നടത്തിപ്പിനെത്തിയ പലരും പിൻവാങ്ങി. പാർക്കിന് പുറത്ത് സ്വകാര്യ വ്യക്തികൾ നടത്തിയിരുന്ന ചെറിയ തോതിലുള്ള ഭക്ഷണശാലകൾ സ്ഥലം തങ്ങളുടേതാണെന്ന് ചൂണ്ടിക്കാട്ടി വനപാലകർ ഒഴിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേസ് സുപ്രീം കോടതിയിലാണ്. TCV ന്യൂസ്, ചാലക്കുടി. ചേലക്കരയിലെ കൂട്ട ആത്മഹത്യാ ശ്രമത്തിൽ ചികിത്സയിലായിരുന്ന കുട്ടിയും മരിച്ചു. 4 വയസ്സുകാരൻ അക്ഷയാണ് മരിച്ചത്. അമ്മ ഷൈജ, സഹോദരി അണിമ എന്നിവർ നേരത്തെ മരിച്ചിരുന്നു. ഒരാഴ്ച മുമ്പാണ് അമ്മയും 2 മക്കളും ഐസ്ക്രീമിൽ വിഷം ചേർത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 3 ആഴ്ച മുൻപ് വൃക്കരോഗത്തെ തുടർന്ന് ഗൃഹനാഥനായ പ്രദീപ് മരണപ്പെട്ടതിന്റെ മനോവിഷമമാണ് ശൈലജയെ ആത്മഹത്യയ്ക്ക് നയിച്ചത്. ഭിന്നശേഷി രംഗത്ത് കേരളത്തെ മാതൃക സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയണമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷവും വയോജന ദിനാഘോഷവും വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള സംസ്ഥാനതല സെമിനാറും തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2031 ആകുമ്പോഴേക്കും ജനസംഖ്യയിൽ 20%-നും 25%-നും ഇടയിൽ വയോജനങ്ങളായിരിക്കും. യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിന്റെ ഭാഗമായി വയോജന പരിപാലനത്തിന് വേണ്ടുന്ന സമയം കണ്ടെത്താൻ ഇപ്പോൾ സമൂഹത്തിൽ ഭൂരിപക്ഷത്തിനും ആകുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള, കെ രാമചന്ദ്രൻ MLA, സാമൂഹ്യനീതി ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ്, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് MV ജയഡാളി തുടങ്ങിയവർ പങ്കെടുത്തു. കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജേക്കബ് തൂങ്കുഴിയെ അനുസ്മരിച്ചു. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ ലൂർദ് കത്തീഡ്രലിൽ നടന്ന അനുസ്മരണ ബലിയിൽ മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നീലങ്കാവൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, MLA-മാരായ P ബാലചന്ദ്രൻ, TG സനീഷ് കുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മത സാമുദായിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ ഭാഷയും വെച്ചാൽ മാർ ജേക്കബ് തൂങ്കുഴി എന്ന കരുണയുടെയും സാന്ത്വനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അതിരേറ്റ ഹാസ്യത്തിൻ്റെയും പിതാവ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. 1956 റോമിൽ നിന്ന് പൗരോഹിത്യം ഏറ്റുവാങ്ങി 1973 മാനന്തവാടിയുടെ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു. മുളയത്തെ സെമിനാരി നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തൃശ്ശൂരിന്റെ തന്നെ ജനതകൾ ഇപ്പോഴും സേവനം നൽകിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാറമേക്കാവ് ദേവസ്വത്തിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട G രാജേഷ്, വൈസ് പ്രസിഡന്റ് VM ശശി, ജോയിന്റ് സെക്രട്ടറി PV നന്ദകുമാർ, മെമ്പർമാരായ ജയരാജ്, അനീഷ് കൃഷ്ണൻകുട്ടി, ഗോപിനാഥ്, K മഹേഷ്, ഗോവിന്ദൻകുട്ടി, ഗോപകുമാർ, ദിലീപ് കുമാർ, K രവീന്ദ്രനാഥ്, M രമേശ്, മധു R മേനോൻ, ജുനിൽ കുമാർ, പ്രമോദ് കുമാർ, KB ശശിധരൻ, ഉണ്ണികൃഷ്ണൻ, രാജേഷ് ചന്ദ്രചൂഡൻ എന്നിവരാണ് ചുമതലയേറ്റത്. പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന ചടങ്ങിൽ നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. ദേശക്കാരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. 19 അംഗ കമ്മിറ്റിയാണ് ചുമതലയേറ്റത്. 3 വർഷത്തേക്കാണ് പുതിയ ഭരണസമിതിയുടെ കാലാവധി. മണ്ഡല മകരവിളക്ക് ഏകാദശി സീസണോടനുബന്ധിച്ച് ഗുരുവായൂരിൽ വിപുലമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു. തീർത്ഥാടകർക്ക് ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് ബൂത്തുകൾ, കുടിവെള്ള സംവിധാനങ്ങൾ എന്നിവ സ്ഥാപിക്കും. 25 തൊഴിലാളികളെ കൂടുതലായി നിയമിക്കും. മാലിന്യം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച നഗരത്തിൽ വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കും. തെരുവ് വിളക്കുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിന് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ചുമതലപ്പെടുത്തി. യോഗത്തിൽ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. അതിരപ്പള്ളി വെറ്റിലപ്പാറ ശാസ്താംപൂവം ഉന്നതിയിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥി തിരിച്ചെത്തി. ശാസ്താംപൂവം ഉന്നതിയിലെ 14 വയസ്സുള്ള വിദ്യാർത്ഥിയാണ് ഇന്ന് രാവിലെ തിരിച്ചെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വിദ്യാർത്ഥിയെ കാണാതായത്. പോലീസും വനംവകുപ്പും ചേർന്ന് ഇന്നലെ മുഴുവൻ വനത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടെയാണ് കുട്ടി തിരിച്ചെത്തിയത്. 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായ CITU നേതാവ് KN
കുട്ടമണിയെ കളിമൺ പാത്ര നിർമ്മാണ വിപണനക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി. CITU സംസ്ഥാന സമിതി അംഗവും കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജനറൽ സെക്രട്ടറിയുമാണ് കുട്ടമണി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പട്ടികജാതി വികസന വകുപ്പ് സെക്രട്ടറിയും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് സ്വദേശിയുടെ പരാതിയെ തുടർന്ന് ബുധനാഴ്ച തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ ഇന്ത്യൻ കോഫി ഹൌസിൽ വെച്ച് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് കുട്ടമണിയെ വിജിലൻസ് പിടികൂടിയത്. മതേതരത്വവും സോഷ്യലിസവും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നീക്കം ആപ്തകരമാണെന്ന് SC/ST കമ്മീഷൻ ചെയർമാൻ റിട്ടയർഡ് ജഡ്ജ് ഡോക്ടർ PN വിജയകുമാർ പറഞ്ഞു. ജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിംപോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനതാദൾ എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ, ന്യൂനപക്ഷ വിഭാഗം പ്രസിഡന്റ് റഹീം പള്ളത്ത്, യുവജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ സ്വയം സേവ സംഘം മണത്തല മണ്ഡലം കമ്മിറ്റി വിജയദശമി മഹോത്സവത്തിന്റെ ഭാഗമായി പദസഞ്ചലനം നടത്തി. പൊതുയോഗത്തിൽ RSS ഗുരുവായൂർ ഖണ്ഡ് കാര്യവാഹക് CK മനോജ് അധ്യക്ഷത വഹിച്ചു. S സോമസുന്ദരൻ മുഖ്യാതിഥിയായിരുന്നു. NK ബാലകൃഷ്ണൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം ഗുരുവായൂർ ഖണ്ഡ് സേവാ പ്രമുഖ് KA ബിജു തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി വെൺമേനാട് തത്തക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നടപ്പുര സമർപ്പണം നടത്തി. മേൽശാന്തി സൂര്യനാരായണൻ ഭട്ട് വിശേഷാൽ പൂജകൾക്ക് ശേഷം സമർപ്പണ ചടങ്ങ് നടത്തി. പള്ളിപ്പുറം വൈശാഖിന്റെ പ്രമാണികത്വത്തിൽ നടപ്പുര മേളം നടന്നു. ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി 1100 ചതുരശ്ര വിസ്തീർണത്തിൽ 10 ലക്ഷം രൂപ ചെലവിൽ 1 മാസം കൊണ്ടാണ് നടപ്പുര നിർമ്മാണം പൂർത്തിയാക്കിയത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി അഞ്ചുകണ്ണി റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ MM സലീം, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, മെമ്പർമാരായ സുധീഷ് പറമ്പിൽ, റീന വർഗീസ്, മാഗി എലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നാട്ടുപൂക്കളം ഒരുക്കി കുട്ടികൾ. 16 നാട്ടുപൂക്കളങ്ങളാണ് കുട്ടികൾ ഒരുക്കിയത്. ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സന്ധ്യ നൈസൻ, അംഗം ജുമൈല സഗീർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി പുഴയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നദി സംരക്ഷണ സമിതി, ചാലക്കുടി നഗരസഭ എന്നിവയുടെ നേതൃത്വത്തിൽ നദീ ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന നദീ ദിനാചരണം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. റിവർ പ്രൊട്ടക്ഷൻ ഫോറം ചെയർമാൻ SP രവി, ചാലക്കുടി ഫെറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തിരുവല്ലുവാമല പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരുടെ മാല മോഷണം പോയതായി പരാതി. കല്ലേപ്പാടം കൂനംകുഴി പറമ്പിൽ വീട്ടിൽ കമലത്തിന്റെ 2.5 പവന്റെ മാലയാണ് മോഷണം പോയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച് കലാമണ്ഡലവും കഥകളിയും. കലാമണ്ഡലത്തിൽ കഥകളി ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചാണ് ചരിത്രത്തിന്റെ ഭാഗമായത്.
കൊല്ലം അഞ്ചൽ പനച്ചിവിള തേജസ്സിൽ വീട്ടിൽ നിസാം അമ്മാസിന്റെയും അനീസയുടെയും മകളായ സാബ്രിയാണ് കഥകളി പഠിച്ച് അരങ്ങേറ്റം നടത്തി ചരിത്രത്തിൽ ഇടം പിടിച്ചത്. കഥകളി പഠനം പൂർത്തിയാക്കിയ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ പെൺകുട്ടിയാണ് 10ാം ക്ലാസ്സുകാരിയായ സാബ്രി. കലാമണ്ഡലം അനിൽകുമാറിന്റെ ശിക്ഷണത്തിലാണ് കഥകളി പഠനം പൂർത്തിയാക്കിയത്. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ പുറപ്പാട് കഥകളിയാണ് സാബ്രിയും സംഘവും അരങ്ങിലെത്തിച്ചത്. സാബ്രിയോടൊപ്പം ഗായത്രി രവി, ദർശന ആർദ്ര, അക്ഷയ്, ജീവൻ രാജ്, അർജുൻ എന്നിവരടങ്ങുന്ന 7-അംഗ സംഘമാണ് അരങ്ങേറ്റം കുറിച്ചത്. സാബ്രിയുടെയും സംഘത്തിന്റെയും അരങ്ങേറ്റത്തിന് നിരവധി പേരാണ് സാക്ഷ്യം വഹിച്ചത്. തന്റെ മകൾക്ക് ഇത്തരമൊരു അസുലഭ നിമിഷം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സാബ്രിയുടെ പിതാവ് നിസാം പറഞ്ഞു. TCV ന്യൂസ്, ചെറുതുരുത്തി. പുനർനിർമ്മിച്ച കയ്പമംഗലം കൂരിക്കുഴി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് സമസ്ത മേഖലയിലും എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, പട്ടയ വിതരണം, ഡിജിറ്റൽ സർവേ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഈ നേട്ടങ്ങൾ സൂചകങ്ങളും രാജ്യം ഒന്നാമതാണ്. കുട്ടനല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിലെ വിശുദ്ധ യൂദാസ്ലീഹയുടെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആയിരക്കണക്കിന് പേരാണ് ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തത്. വികാരി ഫാദർ ഫ്രാൻസൻ കുരിശിങ്കൽ, തിരുനാൾ ജനറൽ കൺവീനർ കോളിൻസ് ചക്കാലക്കൽ, നിതുൽ സേവ്യർ, സ്റ്റീവ് കിഴക്കേമാക്കൽ, സേവ്യർ തട്ടകത്ത് എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂർ ബ്ലോക്ക്, അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ മാ നിഷാദ ഐക്യദാർഢ്യ സദസ്സ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറേക്കോട്ട ലീഡർ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ജോൺ ഡാനിയൽ, IP പോൾ, ശിവരാമകൃഷ്ണൻ, CB ഗീത, KH ഉസ്മാൻ ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ ആരംഭിച്ച പഞ്ചാരിമേളം, ശാസ്താംപാട്ട്, ചിന്തുപാട്ട്, ഭജന എന്നിവയുടെ പരിശീലന കളരികളുടെ ഉദ്ഘാടനം മേളപ്രതിഭ കൊടകര ഉണ്ണി നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കൊച്ചുണ്ണി K. കർത്ത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, ഭഗ്നി മണ്ഡൽ പ്രസിഡന്റ് സരസ സുരേഷ് എന്നിവർ സംസാരിച്ചു. അഴകം യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. വീട്ടുമുറ്റ സദസ്സിന്റെ താലൂക്ക് തല ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി M. രാജേഷ് നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് CD. പോൾസൺ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി NS. വിദ്യാധരൻ, MK. ജോർജ്, സംഘാടക സമിതി ചെയർമാൻ TV. ഗോപി എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കയ്പമംഗലം പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം UK. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം VR. ഷീമ അധ്യക്ഷയായി. ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, സുൽഫിക്കർ, ആര്യ, BS. ശക്തിധരൻ, രാമകൃഷ്ണൻ, BS. ജോത്സന തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം യൂത്ത് ലൈബ്രറിയുടെ വജ്ര ജൂബിലി ആഘോഷം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA. കരീം, പഞ്ചായത്ത് അംഗം ശെൽവപ്രകാശ്, ലൈബ്രറി കൌൺസിൽ അംഗം UK. സുരേഷ് കുമാർ, വായനശാല പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വരദ, സെക്രട്ടറി M. ഹേമന്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
കേന്ദ്രമായിട്ട് നിൽക്കുക ഗ്രന്ഥശാലകളാണ്, വായനശാലകളാണ്. ആ വായനശാലകളുടെ ഇതിൻ്റെ പ്രയോജനം എനിക്ക് തോന്നുന്നു, ഇങ്ങനെ ഞാനിവിടെ ഇരുന്ന് വലിയൊരു വർത്തമാനം പറഞ്ഞതിൽ വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല. ഒരു എടതിരുത്തി പഞ്ചായത്ത് അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ചന്ദ്രാപിന്നിയിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ MLA പ്രഖ്യാപനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, സെക്രട്ടറി KV സനീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാസന്തി തിലകൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ തുടങ്ങിയവർ പങ്കെടുത്തു. വീട് വേണ്ടവരുണ്ട്. ആ സൗകര്യം നമ്മൾ പെരിഞ്ഞനം വിശ്വപ്രകാശ് ആർട്സ് ക്ലബ്ബും MV വേണുഗോപാൽ സ്മാരക ലൈബ്രറിയും ചേർന്ന് സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തക KJ ഷൈൻ മുഖ്യപ്രഭാഷണം നടത്തി. CK ഗോപി, KV സുകുമാരൻ, ശ്രുതി സുജിത്, PK സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷേ പലപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ ഭരണാധികാരികൾ എങ്ങനെ നമ്മുടെ ഗാന്ധിയെ കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൊടകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി സ്ഥാനം രാജിവെച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറിയത്. എന്നാൽ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ടില്ല. നവരാത്രിയോടനുബന്ധിച്ച് പൂനിലാർക്കാവ് ക്ഷേത്ര സന്നിധിയിൽ സംഗീതാർച്ചന നടത്തി കൊടകരയിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 15ഓളം വീട്ടമ്മമാരാണ് നവരാത്രി മണ്ഡപത്തിൽ സംഗീതാർച്ചന നടത്തി ശ്രദ്ധേയരായത്. പ്രസിദ്ധ തിമില കലാകാരനും തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗം മടത്തിൽ വരവ് പഞ്ചവാദ്യ പ്രമാണിയുമായിരുന്ന അന്നമനട പരമേശ്വരമാരാരുടെ മകൾ കലാപ്പി മാരാരുടെ ശിക്ഷണത്തിലാണ് ഓൺലൈനായി സംഗീത പഠനം നടത്തിയത്. പരമേശ്വരമാരാരുടെ പത്നി ശാന്തമാരസ്യാരും പഠിതാക്കളുടെ കൂട്ടത്തിലുണ്ടെന്നതിനാൽ അമ്മയെ സംഗീതം അഭ്യസിപ്പിക്കാൻ മകൾക്കും മകളുടെ ശിക്ഷണത്തിൽ സംഗീത രംഗത്തേക്ക് പ്രവേശിക്കാനുള്ള നിയോഗം അമ്മയ്ക്കും കൈവന്നു. ഡോക്ടർ ജയശ്രീ പുതുവത്ത്, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലവാണി, അധ്യാപിക ഹേമാവത്സൻ ഉൾപ്പെടെയുള്ളവരാണ് സംഗീതാർച്ചന നടത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഇവരുടെ ആദ്യ സംഗീതാർച്ചന. രണ്ടാമത്തെ വേദിയായിരുന്നു പൂനിലാർക്കാവിലെ നവരാത്രി മണ്ഡപത്തിലെ സംഗീതാർച്ചന. ഹംസധ്വനി രാഗത്തിലുള്ള ഗണേശ സ്തുതിയോടെയാണ് സംഗീത സദസ്സ് സമാരംഭിച്ചത്. 1.5 മണിക്കൂറിലേറെ നീണ്ട സംഗീതാരങ്ങിന്റെ സമാപന വേദിയിൽ പൂനിലാർക്കാവ് ദേവസ്വം ഭാരവാഹികൾ അധ്യാപിക കലാപ്പിമാരാർക്കും മാതൃകൂട്ടായ്മയിലെ അംഗങ്ങൾക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. TCV കൊടകര. കേരളക്കര കാത്തിരിക്കുന്ന തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തൃശൂർ ശ്രീ യദുകൃഷ്ണ ലോട്ടറീസ്. നാളെയാണ് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ്. ഓണം മൂട് കഴിഞ്ഞെങ്കിലും മലയാളക്കരയിൽ നിന്നുള്ള മാവേലിയുടെ മടക്കം വൈകുകയാണ്. കാരണം ശനിയാഴ്ചയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ 25 കോടി രൂപ ഒന്നാം സമ്മാനമായ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ്. കേരളക്കരയുടെ ബമ്പർ ഭാഗ്യശാലിയെ കാത്ത് മാവേലി തൃശൂർ ശ്രീ യദുകൃഷ്ണ ലോട്ടറീസിലുണ്ട്. ബമ്പർ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയ്ക്കൊപ്പം ഭാഗ്യശാലിയെ സമ്മാനിക്കാനാകുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് ശ്രീ യദുകൃഷ്ണ ലോട്ടറീസും മാവേലിയും. 2 പതിറ്റാണ്ടുകളിലേറെയായി ഒട്ടനവധി കോടിപതികളെയും ലക്ഷാധിപതികളെയും സമ്മാനിച്ച സുവർണ പാരമ്പര്യമാണ് ശ്രീ യദുകൃഷ്ണ ലോട്ടറീസിൻ്റേത്. അതുകൊണ്ട് തന്നെ ഓണം പടിയിറങ്ങിയിട്ടും നാടിന്റെ ഭാഗ്യ ഏജൻസിയായി മാറിയ ശ്രീ യദുകൃഷ്ണയിൽ നിന്നും മടങ്ങാൻ മടിക്കുകയാണ് മാവേലിയും. ബമ്പർ ഭാഗ്യശാലിക്കായി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഭാഗ്യം തേടി ശ്രീ യദുകൃഷ്ണ ലോട്ടറീസിലേക്ക് നിരവധി പേരാണ് എത്തുന്നത്. അങ്ങനെ ഭാഗ്യം തേടി യദുകൃഷ്ണയിൽ എത്തുന്നവർക്ക് മാവേലി തന്നെയാണ് ഭാഗ്യക്കുറികൾ നൽകുന്നതും. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം ബിനി ഹെറിറ്റേജിനോട് ചേർന്ന ബസ് സ്റ്റോപ്പിലും പോസ്റ്റ് ഓഫീസ് റോഡിലും ദിവാൻജി മൂലയിലും ശ്രീ യദുകൃഷ്ണ ലോട്ടറീസ് പ്രവർത്തിക്കുന്നുണ്ട്.
എല്ലാ ജില്ലകളിൽ നിന്നുള്ള ലോട്ടറി ടിക്കറ്റുകളും ശ്രീ യദുകൃഷ്ണയിൽ ലഭ്യമാണ്. ഒരു മാസത്തിനുള്ളിൽ യദുകൃഷ്ണ ലോട്ടറീസിൽ വിറ്റ ടിക്കറ്റിന് പല കുറിയാണ് ഒന്നാം സമ്മാനമായ 1 കോടി രൂപയും മറ്റ് നിരവധി സമ്മാനങ്ങളും ലഭിച്ചത്. ഇതോടെ തിരുവോണ ബമ്പർ ടിക്കറ്റ് വിൽപ്പനയും തകൃതിയാണ്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വനിതാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. വയോജന കമ്മീഷൻ അംഗം EM രാധ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോസ്റ്റ്ഫോർഡിൽ നടന്ന കൺവെൻഷനിൽ അസോസിയേഷൻ സംസ്ഥാന വനിതാ കൺവീനർ KK സഫിയ അലി അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തുകളിലെ രക്തദാനം നടത്തിയ യുവജന സന്നദ്ധ പ്രവർത്തകരെ കൂനമുച്ചി സത്സംഗ് ആദരിച്ചു. NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. 20ലേറെ തവണ രക്തം ദാനം ചെയ്ത ജോമി ജോൺസനെ ചടങ്ങിൽ ആദരിച്ചു. ബിൻസ് തരിയൻ, മിലൻ തരകൻ, MT സിംസൺ, അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. അന്നമനട പഞ്ചായത്ത് വയോജന സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷയായി. മഞ്ജു സതീശൻ, TK സതീശൻ, KK രവി നമ്പൂതിരി, TV സുരേഷ് കുമാർ, CK ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീമതി സിന്ധു ജയൻ, വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന നിലയിലെ പ്രവാസി ഫെഡറേഷൻ നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭീമ ഹർജി ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പ്രവാസി ഫെഡറേഷൻ നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ കാരാട്ടുപറമ്പിൽ, CPI നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി, CPI നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ക്ലാസ് 81 5K റൺ സീസൺ 2 എന്ന പേരിൽ മയക്കുമരുന്നിനെതിരെ 1000-ഓളം പേരെ പങ്കെടുപ്പിച്ച് 5 കിലോമീറ്റർ ദൂരത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തളിക്കുളം സ്കൂൾ ഗ്രൗണ്ടിൽ ഞായറാഴ്ച രാവിലെ 6-ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AR ഗിരീഷ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. രക്ഷാധികാരി EG പ്രദീപ്, TK ഇബ്രാഹിംകുട്ടി, PK അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി സജീവ് വെങ്ങാലി, പ്രോഗ്രാം കൺവീനർ NP ശ്യാം, PRO സലീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് നെല്ലുവായി പതിയാരം കുന്നത്തേരി തടയണയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 18 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. 2 ഘട്ടങ്ങളിലായാണ് തടയണയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, വാർഡ് മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ഗാന്ധിജയന്തി വാരാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷനായി. MPTA പ്രസിഡന്റ് MM ശരണ്യ, പ്രധാന അധ്യാപിക ശ്രീജ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം RMVHS സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ഭവനരഹിതരായ വിദ്യാർത്ഥിനിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും സ്കൂൾ മാനേജ്മെന്റ് പുതിയതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ R അനിൽകുമാർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പെരിഞ്ഞനം നാഷണൽ സ്കീം യൂണിറ്റിന്റെ ചടങ്ങാണ് നടക്കുന്നത്. ഒരു പരിപാടിയായി NSS വിദ്യാർത്ഥികൾക്ക് പഠിക്കലിനപ്പുറത്തേക്ക് മാനുഷികമായിട്ടുള്ള തലം നിന്ന് നന്നായി ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്
ചെമ്പൂച്ചിറ യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന ഓണം കളി മത്സരം ഞായറാഴ്ച രാവിലെ 11 മുതൽ രാത്രി 10 വരെ ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാദം, ആർട്സ് നെല്ലായി, ട്യൂൺസ് ഇരിങ്ങാലക്കുട, സംഗമേശ്വര, വനിതാ ടീം എന്നീ ടീമുകൾ പങ്കെടുക്കും. ശിവദം ചെമ്പൂച്ചിറ ടീമിന്റെ കൈകൊട്ടിക്കളിയും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ വിജയൻ കുറ്റിപ്പറമ്പിൽ, കുമാർ അരങ്ങത്ത്, ഷാജു പൂക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,820, പവന് 86,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കേരളത്തിലെ മന്ത്രിമാർക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് അലർജിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ഫെഡറൽ സംവിധാനം നിലനിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പദ്ധതികൾ ചാക്കിൽ കെട്ടി കൊണ്ടുവന്നു കൊടുക്കാൻ കഴിയില്ലെന്നും ശോഭാ സുരേന്ദ്രൻ. മലക്കപ്പാറ ആനക്കയത്ത് കാട്ടാനക്കൂട്ടം കാർ തകർത്തു. അങ്കമാലി സ്വദേശികളുടെ കാറാണ് തകർത്തത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് വാഹനങ്ങൾക്ക് നേരെ കാട്ടാന ആക്രമണം നടന്നത്. മറ്റത്തൂർ ഇത്തിപ്പാടത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ഇത്തിപ്പാടം സ്വദേശിനി നിരഞ്ജനയാണ് മരിച്ചത്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. തുമ്പൂർ മൊഴിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഭക്ഷണ സൗകര്യങ്ങൾ കിട്ടാതെ വലയുന്നു. കുട്ടികളുടെ പാർക്കിലെ ക്യാന്റീൻ നിർത്തിയതും പ്രവേശന കവാടത്തിലെ കടകൾ വനപാലകർ അടപ്പിച്ചതും വിനോദസഞ്ചാരികളെ ദുരിതത്തിലാക്കി. ചേലക്കരയിലെ കൂട്ട ആത്മഹത്യാശ്രമം, ചികിത്സയിലായിരുന്ന കുട്ടിയും മരിച്ചു. 4 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.